2026 വിഷുഫലത്തിൽ നമ്മുടെ ഓരോ നക്ഷത്രപ്രകാരം എങ്ങനെയായിരിക്കും എന്നുകൂടി നോക്കാം. അതായത് ജാതകം നോക്കി ദശകൾ കണക്കൂട്ടി ഓരോ നക്ഷത്രപ്രകാരവും കൂറുഫലങ്ങൾ കണക്കാക്കിയിട്ടും ദശകൾ കണക്കാക്കി പറയുന്നൊരു സംവിധാനം അല്ല ഇത്. ഇതിലൊരു നക്ഷത്ര സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെയും ഫലം എന്നുകൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അവരവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും കഠിനാധ്വാനങ്ങളെ കൊണ്ടും വന്നു ചേരും. വിദ്യാഭ്യാസത്തിൽ വിജയം ഉണ്ടാവും. തൊഴിൽ മേഖലകളിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാകും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പുനരാരംഭിക്കുവാനും അതൊരു വേണ്ട വിധത്തിൽ ഉയർച്ചയിലെത്തിക്കാനും സാധിക്കും. ഗൃഹനിർമ്മാണം മനസ്സിലുദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് സാഹചര്യങ്ങൾ വന്നു ചേരും. ഇങ്ങനെ ആരോഗ്യം, സർവാർത്ഥ ലാഭം, സർവഹിതത്തിലും സൗഖ്യവും സമാധാനവും ഐശ്വര്യവും പ്രതാപവും ഉണ്ടാക്കിത്തരും. എന്നാൽ ആദ്യം പറഞ്ഞു, ഈശ്വര ആരാധനകളും നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയാണ്. ഈശ്വരൻ ഏത് പ്രകാരത്തിലും വേണമെങ്കിൽ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. കഠിനാധ്വാനം ചെയ്താലും ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഇടയുണ്ട്. എന്നാൽ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ കുടുംബത്തിലെ സമാധാനം കുറയും. അകാരണമായിട്ടുള്ള ഉൾഭയം, ഉൾഭീതിയൊക്കെ ഉണ്ടാവാം. അവിചാരിതമായിട്ടുള്ള ജോലി നഷ്ടപ്പെടുവാനിടയുണ്ട്. ഒരു പക്ഷേ ഉന്നത തസ്തികയിൽ ഇരിക്കുന്ന പലർക്കും അവിടെ ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, ഒരു പക്ഷേ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്നവരാണെങ്കിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മറവി സംഭവിക്കുന്നത് വഴി പല അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറയും. രോഗാവസ്ഥകൾ, പല പ്രകാരത്തിലും അസുഖാവസ്ഥകൾ വന്നു ചേരുവാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങളാണ് വേണ്ടിവരിക. ചിലപ്പോൾ ആശുപത്രിവാസവും ചെറിയ രീതിയിൽ ശസ്ത്രക്രിയയൊക്കെ വേണ്ടി വരുവാനും ഇടയുണ്ട്. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം, പ്രതാപം, ഐശ്വര്യം, ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിലെത്തിച്ചേർന്നവർക്ക് ആദ്യ വിദേശത്ത് തന്നെ പുനർനിയമനം ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലയിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം നിർത്തിവെച്ചതായുള്ള ഗൃഹനിർമ്മാണം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാനോ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, മനസ്സൗഖ്യം, പ്രവർത്തന വിജയം, എങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്നതിലുപരി വന്നു ചേരുവാൻ ഇടയുണ്ട്. ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അഗ്നി, ആയുധം, ധനം, വാഹനം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപകട സാധ്യതകൾ പല പ്രകാരത്തിലും ഉണ്ട്. ത്വഗ് രോഗം വന്ന് പിടിപെടുവാനോ, പകർച്ചവ്യാധി, ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, ചിലർക്ക് മനസ്സിന് ആധി കൊണ്ട് സ്വസ്ഥതക്കേടുകൾ, അലസത, ഉദാസീന മനോഭാവം ഇതൊക്കെ ഉണ്ടാവാനും, തൊഴിൽ മേഖലകളിൽ അകാരണമായിട്ടുള്ള ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും വന്ന് ചേരുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും ആദ്യമായിട്ട് പണം മുതൽ മുടക്കി പ്രവർത്തന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുന്നവർ പരമാവധി ഈ വർഷം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാവും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. കർമ്മ, വ്യാപാര, വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുക, ജോലിയോടൊപ്പം പഠിക്കാനുള്ള അവസരം ഉണ്ടാവുക, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കുന്നതിലുപരി വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിട്ടം, ചതയം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കാണെങ്കിൽ
പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും മാർഗതടസ്സങ്ങളും തൊഴിൽപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകളും ചെറിയ രീതിയിൽ വാഹനാപകടവും മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടാവുകയും അകാരണമായിട്ടുള്ള കാലതാമസവും തടസ്സങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ മേഖലകളിലും പലപ്പോഴും ജോലി ഉപേക്ഷിച്ചാലോ ജന്മനാട്ടിൽ വന്ന് ചേർന്നാലോ വ്യാപാരത്തിൽ പണം മുതൽ മുടക്കിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും അതെല്ലാം തന്നെ വൃഥാവിലായി തീരുവാൻ സാധ്യതയുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്നു.